ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് സിമ്പിൾ എനർജി എന്ന ബ്രാൻഡിൻ്റെ സിമ്പിൾ വൺ എന്ന ഇലക്ട്രിക് സ്കൂട്ടറാണ്. ഇപ്പോൾ നമ്മൾ പൊതുവേ ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് സ്കൂട്ടർ സെഗ്മെൻറ്റിന് വലിയ രീതിയിലുള്ളൊരു വളർച്ചയാണ് വന്നിരിക്കുന്നത്. റീസെൻ്റായിട്ട് നോക്കുമ്പം ഒരുപാട് ഇലക്ട്രിക് സ്കൂട്ടർ ബ്രാൻഡ്സ് പുതുതായിട്ട് നമ്മുടെ രാജ്യത്ത് ഇൻട്രൊഡ്യൂസ് ആവുന്നുണ്ട്. അതിൽ പുറത്തുനിന്ന് വരുന്ന ബ്രാൻഡ്സും ഉണ്ട്, അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ഉള്ള ബ്രാൻഡ്സും ഉണ്ട്. മിക്കവാറും എല്ലാം സക്സസ്ഫുൾ ആവുന്നുണ്ട്. അതാണ് നമുക്ക് സന്തോഷം തരുന്നൊരു സ്റ്റോറി എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ വന്ന നമ്മുടെ അൾട്രാ വയലറ്റ്, അതുപോലെ റിവറിൻ്റെ ഈ കമ്പനീസ് എല്ലാം ഏകദേശം സക്സസ്ഫുൾ ആണ്. ആൾക്കാർ ഇതെല്ലാം സ്വീകരിച്ച് കഴിഞ്ഞു. റോഡിൽ നമ്മൾ ഒരുപാട് വെഹിക്കിൾ കാണുന്നുമുണ്ട്. അപ്പോൾ അക്കൂട്ടത്തിലുള്ളൊരു മോഡലാണ് നമ്മുടെ സിമ്പിൾ വൺ എന്ന് വെച്ചാൽ. 2018 ഈ ഒരു കമ്പനി അവർ ലോഞ്ച് ചെയ്യുന്നത്. ചെറിയൊരു 100 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു റൂമിൽ സ്റ്റാർട്ട് ചെയ്തൊരു കമ്പനിയാണ്. 6 ഇയേഴ്സിന് ശേഷം ഇപ്പോൾ അവർ മിക്കവാറും എല്ലാ മേജർ സിറ്റീസിലും അവരുടെ ബ്രാൻഡ് സ്റ്റോർ ഓപ്പൺ ആക്കി കഴിഞ്ഞു. നമ്മുടെ കൊച്ചിയിലും ഇപ്പം റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അത്. രണ്ട് പ്രൊഡക്ട്സാണ് ഇവർക്ക് വരുന്നത്. ഒന്ന് സിമ്പിൾ ഡോട്ട് വണ്ണും അതുപോലെ സിമ്പിൾ വണ്ണും. ഇതിൽ ബേസ് മോഡലായിട്ട് വരുന്നത് സിമ്പിൾ ഡോട്ട് വൺ എന്ന വെഹിക്കിളാണ്. അതുപോലെ ടോപ്പായിട്ട് സിമ്പിൾ വണ്ണും. ശരിക്കും കാഴ്ചയിലും കാര്യത്തിലും ഒന്നും ഈ സിമ്പിൾ ഡോട്ട് വണ്ണും സിമ്പിൾ വണ്ണും തമ്മിൽ ഒരു തരത്തിലുള്ള വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൻ്റെ ബാറ്ററി പാക്കിലാണ് ശരിക്കും വ്യത്യാസം വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ സിമ്പിൾ ഡോട്ട് വണ്ണ് വരുമ്പോഴത്തേക്ക് 3.7 kWh ഒരു പെർമനൻറ്റ് ബാറ്ററി മാത്രമേ വരുള്ളൂ. അതേസമയം സിമ്പിൾ വൺ എന്ന ടോപ്പ് വേരിയൻറ്റിലേക്ക് പോകുമ്പോഴത്തേക്ക് 3.7 kWh പെർമനൻറ്റ് ബാറ്ററിയുടെ കൂടെ ഒരു 1.3 kWh പോർട്ടബിൾ ബാറ്ററിയും കൂടെ ഇൻസ്റ്റാൾ ആയി വരും. സിമ്പിൾ ഡോട്ട് വണ്ണും സിമ്പിൾ വണ്ണും തമ്മിലുള്ള മേജർ ഡിഫറൻസ് ഇത് തന്നെയാണ്. അപ്പം സിമ്പിൾ വൺ എന്ന മോഡലിൽ നമുക്ക് ടോട്ടൽ 5 kWh ബാറ്ററി പാക്കാണ് ലഭിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ ഈ വെഹിക്കിൾ കണ്ടു കഴിഞ്ഞാൽ എയ്ത്തർ പോലെ തന്നെയാണ് തോന്നിക്കുന്നത്. അത് നമുക്ക് ആരും കുറ്റം പറയാൻ പറ്റില്ല. അതിൻ്റെ ഒരു ലുക്സും കാര്യങ്ങളും എല്ലാം, അതുപോലെ ഷാസി ഡിസൈനും എല്ലാം വന്നിരിക്കുന്നത് എയ്ത്തർ പോലെ തന്നെയാണ്. വളരെ അഗ്രസീവായിട്ടുള്ളൊരു ലുക്സാണ് വെഹിക്കിൾ വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു അഗ്രഷനുള്ളൊരു ഷേപ്സും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഫ്രണ്ട് സൈഡിലും അതുപോലെ സൈഡ് പോർഷനും റിയർ സൈഡിലും എല്ലാം കമ്പനി നൽകിയിരിക്കുന്നത്. ഫ്രണ്ടിലെ LED ഹെഡ് ലാംപ്സ് ഉണ്ട്. അതുപോലെ തന്നെ മുകളിൽ ഒരു LED DRLs പോലെയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടെലസ്കോപ്പിക് ഫോക്സ് ആണ് ഫ്രണ്ടിൽ വരുന്നത്. സൈഡ് പോർഷനിലേക്ക് പോകുമ്പം നമുക്ക് ആ ഒരു കാല് വെക്കുന്ന സ്ഥലമൊക്കെ അത്യാവശ്യം സ്പേഷ്യസ് ആണ്. നമുക്കൊരു ഹെൽമെറ്റ് വെക്കാനുള്ള സ്പേസ് ആ ഒരു സൈഡിൽ നമുക്ക് ലഭിക്കും. ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റ് കീപ്പ് ചെയ്യാനുള്ളൊരു സ്പേസ് നമുക്ക് ആ കാല് വെക്കുന്നിടത്ത് ലഭിക്കും. അതുപോലെ റിയർ പാസഞ്ചറിന് എക്സ്ട്രാ ഫുഡ് പാക്കായിട്ടല്ല, അതിൽ തന്നെ ഡിസൈൻ ചെയ്തിരിക്കുകയാണ് കാല് വെക്കാനുള്ളൊരു സ്പേസ്. 34 ലിറ്റേഴ്സിൻ്റെ അത്യാവശ്യം വലിയൊരു സ്റ്റോറേജ് സ്പേസ് ആണ് നമുക്ക് ഈ വെഹിക്കിളിൻ്റെ സീറ്റിനടിയിൽ കിട്ടുന്നത്. ഇപ്പോൾ ഈ സീറ്റിനടിയിൽ ശ്രദ്ധിച്ചാൽ അറിയാം, പോർട്ടബിൾ ബാറ്ററി നമുക്ക് കാണാൻ പറ്റും. 1.3 kWh പോർട്ടബിൾ ബാറ്ററിയാണത്. അതുപോലെ തന്നെ അപ്പം സിമ്പിൾ ഡോട്ട് വണ്ണിൻ്റെ കേസിൽ ആ ഒരു സ്റ്റോറേജ് ബാറ്ററി മാറ്റിയിട്ട് ആ ഒരു സ്റ്റോറേജായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുകയായിരിക്കും അവർ. അതിൽ നമുക്ക് എന്തെങ്കിലും കുപ്പിയോ കാര്യങ്ങളോ ഒക്കെ കീപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ ചാർജർ നമുക്ക് കാണാൻ പറ്റും. 4 hours ആണ് ഫുൾ ചാർജിങ്ങിന് വേണ്ടി കമ്പനി പറയുന്നത് സിമ്പിൾ വണ്ണിൻ്റെ കേസിൽ. അതുപോലെ ഫാസ്റ്റ് ചാർജിങ് ഫെസിലിറ്റി അവൈലബിൾ ആണ്. നമുക്ക് സീറ്റിനടിയിലുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നൈറ്റിലൊക്കെ ഇത് യൂസ്ഫുൾ ആവും. റിയർ സൈഡിൽ ഒരു സാരി ഗാർഡ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്സ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ബൈറ്റിംഗ് പോയിൻ്റുള്ള ഡിസ്ക് ബ്രേക്സ് ആണ് ഇതിൽ നൽകിയിരിക്കുന്നത്. വണ്ടി അത്യാവശ്യം പവർഫുള്ളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. അതുപോലെ തന്നെ ബെൽറ്റ് ഡ്രൈവ് ആണ് വാഹനത്തിൽ വരുന്നത്. ഇൻബിൽഡാണ് മോട്ടറും വരുന്നത്. PMS മോട്ടറാണ് ഇൻബിൽഡാണ് വരുന്നത്, ഹബ് മോട്ടറല്ല. നമുക്കിതിൽ ABS വരുന്നില്ല. അതിന് പകരം കോംബി ബ്രേക്കിംഗ് സിസ്റ്റമാണ് നൽകിയിരിക്കുന്നത്. ടെയിൽ സെക്ഷൻ്റെ ഡിസൈൻ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ടിലെ പോലെ ഒരു അഗ്രസീവ് ഡിസൈനാണ് ഈ ടെയിൽ സെക്ഷനിലും വന്നിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു ഗ്രാബ് റെയിൽസും കാര്യങ്ങളും എല്ലാം വളരെ സ്പോർട്ടിനെസ് ആയിട്ടാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ വെഹിക്കിളിൻ്റെ മീറ്റർ കൺസോളിലോട്ട് പോകുമ്പം എടുത്തു പറയേണ്ട കാര്യമില്ല, ഡിജിറ്റൽ മീറ്റർ കൺസോൾ തന്നെയാണ് വരുന്നത്. എല്ലാ EVയിലും ഇങ്ങനെ തന്നെയാണ്. അതിൽ തന്നെ വെഹിക്കിൾ കണക്ടിവിറ്റി, മൊബൈൽ കണക്ടിവിറ്റി കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട്. eSIM അടക്കമാണ് ഈ ഒരു സിസ്റ്റം വരുന്നത്. ഇതിൽ നമുക്ക് വെഹിക്കിളിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഇതിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാം. വലിയ കുഴപ്പമില്ലാത്ത ഗ്രാഫിക്സും ഡിസൈനും ആണ് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ വരുന്നത്. നമുക്കത് പുറത്ത് ലൈറ്റിൻ്റെ സമയത്തും സൺലൈറ്റ് സമയത്തും അത്യാവശ്യം നല്ല രീതിക്ക് വിസിബിളായിട്ടുള്ള ഒരു മീറ്റർ കൺസോളാണ് ഇതിലുള്ളത്. 3 years അല്ലെങ്കിൽ 30,000 കിലോമീറ്ററാണ് ബാറ്ററിക്കും മോട്ടറിനും സ്റ്റാൻഡേർഡ് വാറണ്ടി ആയിട്ട് വരുന്നത്. അവരിപ്പോൾ ഒരു 8 ഇയേഴ്സിൻ്റെ സ്കീമോടെ കൊണ്ടുവരുന്നുണ്ട്, ബാറ്ററിക്ക് മാത്രമായിട്ടും അതുപോലെ മോട്ടറിനും ബാറ്ററിക്കുമായിട്ടും ഒരു സ്കീം കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കമ്പനി പുറത്തു വിട്ടിട്ടില്ല. അങ്ങനെ ഒരു സ്കീം വരുവാണ്, ഇൻ കേസ് അത് എക്സ്റ്റൻഡഡ് ഓപ്ഷൻ ആയിട്ടാണ് വരുന്നതെങ്കിലും ആ രീതിയിൽ വരുന്ന ഫസ്റ്റ് ഇലക്ട്രിക് സ്കൂട്ടർ ആയിരിക്കും സിമ്പിൾ വണ്ണും സിമ്പിൾ ഡോട്ട് വണ്ണും. 12 inches ആണ് വീൽ സൈസ് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ടയറിൻ്റെ സെക്ഷൻ സെയിം ആണ്, 90/90 ആണ് വരുന്നത്. വലിയ കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ എല്ലാ മോഡൽസിലും വരുന്ന കളറ് ഇതുപോലൊരു റെഡ് ഓറഞ്ച് മിക്സ് ആയിട്ടുള്ള ആ ഒരു കളറാണ് വരുന്നത് എല്ലാ മോഡൽസിലും ആ ഒരു വീൽസിന് വരുന്നത്.
വെഹിക്കിൾ ശരിക്കും 4 കളർ ഓപ്ഷന് വരുന്നുണ്ട്. ബ്ലാക്ക്, റെഡ്, ബ്ലൂ, വൈറ്റ്. അതുപോലെ തന്നെ 2 ഡുവൽ ടോൺ കളർ ഓപ്ഷനും ഉണ്ട്. ബ്രേസൺ എക്സ് എന്നും ലൈറ്റ് എക്സ് എന്നും പറഞ്ഞിട്ട്. ഇത് ബ്രേസൺ എക്സ് റെഡും അതുപോലെ മാറ്റ് ബ്ലാക്കും വരുന്നൊരു കളറും, അതുപോലെ ലൈറ്റ് എക്സിൽ റെഡ് വിത്ത് വൈറ്റ് വരുന്നൊരു കോമ്പിനേഷനുമാണ്. ലൈറ്റ് എക്സ് എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടപ്പെട്ടു. വൈറ്റ് വിത്ത് റെഡ് വരുന്ന ആ ഒരു കോമ്പിനേഷൻ നല്ല രസമുണ്ട് കാണാൻ. ഇനി നമുക്ക് സിമ്പിൾ വണ്ണിൻ്റെ ഡ്രൈവിനെ പറ്റി ഒന്ന് സംസാരിക്കാം. ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ആയതുകൊണ്ട് തന്നെ ഇതിൽ ആദ്യമേ എടുത്തു പറയേണ്ട കാര്യം ഇതിൻ്റെ പവറും ടോർക്കുമാണ്. 8.5 കിലോ വാട്ടാണ് ഇതിൻ്റെ പവർ ഔട്ട്പുട്ടായിട്ട് വരുന്നത്. അതുപോലെ 72 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്കും ഈ ഒരു സ്കൂട്ടർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 3 റൈഡ് മോഡ്സ് ആണ് വെഹിക്കിളിലുള്ളത്. ഒന്നാമത്തേത് എക്കോ, രണ്ടാമത്തെ റൈഡ്, പിന്നെ ലാസ്റ്റ് വരുന്ന ഡാഷ്. ഇതിൽ എക്കോ എന്ന് പറയുന്നത് എക്കോണമിക് ആയിട്ടുള്ളൊരു റൈഡായിരിക്കും. അതിനനുസരിച്ചുള്ള പവറും ടോർക്കും ആയിരിക്കും വെഹിക്കിളിൽ എക്കോ മോഡിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അത്ര മോശമല്ല എക്കോ മോഡിലും, അത്യാവശ്യം പവർ കാര്യങ്ങളൊക്കെ എക്കോ മോഡിലും ഉണ്ട്. നമുക്ക് ഓടിക്കുന്ന സമയത്ത് മനസ്സിലാവും. നമുക്ക് വെഹിക്കിളിൽ ഏറ്റവും കൂടുതൽ എഫിഷ്യൻ്റായിട്ട് ഏറ്റവും റേഞ്ച് കിട്ടുന്നത് എക്കോ മോഡിലായിരിക്കും. അതുപോലെ അടുത്തത് റൈഡ് എന്ന് പറയുന്നത് ശരിക്കും ബാക്കി വെഹിക്കിൾസിൽ സിറ്റി മോഡെന്ന്, സിറ്റി യൂസിന് അനുയോജ്യമായിട്ടുള്ളൊരു സംഭവമാണ് റൈഡിൽ. മോഡറേറ്റ് ആയിട്ടുള്ള പവറും അതുപോലെ മോഡറേറ്റ് ആയിട്ടുള്ളൊരു റേഞ്ചും ആയിരിക്കും റൈഡ് മോഡിൽ കൂടുതൽ. നമ്മൾ കൂടുതൽ ആൾക്കാരും റൈഡ് മോഡൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇലക്ട്രിക് കാറിലും എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ റൈഡായിരിക്കും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യാൻ സാധ്യത. പിന്നെ ഏറ്റവും ടോപ്പാണ് ഡാഷ്. ഡാഷിലേക്ക് പോകുമ്പം ഏറ്റവും കൂടുതൽ അഗ്രസീവായിട്ടുള്ള മോട്ടറിൻ്റെ പവറും ഫുള്ളി ആയിട്ടുള്ള ടോർക്ക് ഔട്ട്പുട്ടും പവർ ഔട്ട്പുട്ടും ആ ഒരു ഡാഷ് മോഡിലായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. വളരെ ഫാസ്റ്ററാണ്. ഇലക്ട്രിക് EV ആയതുകൊണ്ട് തന്നെ പറയേണ്ട ആവശ്യമില്ല. ക്വിക്കായിട്ടുള്ള ആക്സലറേഷനും ഇൻസ്റ്റൻറ്റ് ടോർക്കുമാണ് നമുക്ക് ലഭിക്കുന്നത്. ഡാഷ് മോഡിൽ അതിനനുസരിച്ച് റേഞ്ച് ഡ്രോപ്പ് ആയിരിക്കും. അപ്പോൾ റേഞ്ച് കൺസേൺ ഇല്ലാതെ ഓടിക്കുന്ന ടൈമിലാണെങ്കിൽ നമുക്കൊന്ന് പറത്തിയെടുക്കണം, ഇടയ്ക്കൊന്ന് പൊളിക്കണമെന്ന് തോന്നുമ്പോൾ ഡാഷിലിട്ട് ഓടിക്കാം. അല്ലാതെ നല്ലൊരു ലോങ് ട്രാവലൊക്കെ പോകുന്ന സമയത്ത് എക്കോ നമുക്ക് എടുക്കാം. ഇൻ സിറ്റി യൂസിലൊക്കെ ആണെങ്കിൽ റൈഡ് നമുക്ക് ചൂസ് ചെയ്യാം. നമ്മുടെ യൂസ് അനുസരിച്ച് 3 മോഡ്സും നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് ഓടിക്കാം. അതുപോലെ റിവേഴ്സും നൽകിയിട്ടുണ്ട്. റിവേഴ്സ് നമുക്ക് വണ്ടി ബാക്കിലോട്ടൊക്കെ എടുക്കാൻ വേണ്ടി റിവേഴ്സ് നൽകിയിട്ടുണ്ട്. ഇത് വളരെ വെയിറ്റുള്ള സ്കൂട്ടറല്ല ശരിക്കും. റിവേഴ്സ് ഇതുപോലെ ഉള്ള സിറ്റുവേഷനിലൊക്കെ ആവശ്യം വരുള്ളൂ. വളരെ ലൈറ്റായിട്ടുള്ള വണ്ടി തന്നെ നമുക്ക് തന്നെ കാലം കൊണ്ടൊക്കെ എടുക്കാവുന്ന കാര്യമുള്ളൂ ഈ വെഹിക്കിൾ. ഓവറോൾ ഓടിക്കാനാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. പക്ഷേ അത്യാവശ്യം സ്പീഡിൽ പോകുന്ന സമയത്ത് ചില ടൈമിൽ വണ്ടി ഒരു അൺസ്റ്റബിളായിട്ട് പോകുന്നുണ്ടോ എന്നൊരു ഡൗട്ട് തോന്നി. 2-3 വട്ടം നമ്മുടെ കയ്യിൽ നിൽക്കുക, നമ്മൾ ചെറിയ വളവ് കാര്യങ്ങളൊക്കെ എടുക്കുമ്പം വണ്ടി ഒന്ന് മാറിപ്പോകുന്നുണ്ടോ എന്നുള്ളൊരു തോന്നലുണ്ട്. നമ്മൾ വണ്ടിയായിട്ട് യൂസ്ഡ് ആയി കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്കതങ്ങ് സെറ്റാവും. ഫസ്റ്റ് ടൈം ഓടിച്ച സമയത്ത് അങ്ങനൊരു ഫീൽ തോന്നി. ഒന്ന് രണ്ട് സ്ഥലത്ത് വെച്ച് നമുക്ക് വണ്ടി നമ്മുടെ കൺട്രോളിൽ നിന്ന് മാറിപ്പോകുന്ന പോലൊരു ഫീല് നമുക്ക് തോന്നി. അത് ശരിക്കും ഡാഷിലിട്ട് അത്യാവശ്യം പൊളിച്ച് ഓടിച്ച സമയത്താണ് അങ്ങനൊരു ഫീൽ തോന്നിയത്. വണ്ടി കുറച്ച് ലൈറ്റ് വുഡ് ആയതിൻ്റെ ഒരു സംഭവമാണോ എന്നറിയില്ല. പിന്നെ ബ്രേക്കിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്കുള്ള ബ്രേക്കിംഗ് ആണ്. കോംബി ബ്രേക്കിംഗ് സിസ്റ്റമാണ് വരുന്നത്. ഡുവൽ ഡിസ്ക് ബ്രേക്സും ആണ് വരുന്നത്. ടയേഴ്സ് ആണെങ്കിലും ഫ്രണ്ടിലും റിയറിലും 90 സെക്ഷൻ്റെ ടയേഴ്സാണ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കോൺഫിഡൻസ് ഈ ഒരു ബ്രേക്കിംഗ് ടയറും നമുക്ക് തരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ വെഹിക്കിൾ വളരെ ഈസിയാണ്, യൂസ് ചെയ്യാൻ വളരെ ഈസിയാണ്. ഇപ്പോൾ പ്രായമായവർക്കാണെങ്കിലും സ്ത്രീകൾക്കൊക്കെ ആണെങ്കിലും വളരെ ഈസി ആയിട്ട് ഈ വെഹിക്കിൾ കൊണ്ട് നടക്കാം. ചെറിയ നാരോ സ്പേസസിലൂടെ വേണമെങ്കിൽ എടുത്തിട്ട് പോകാം. അത്ര ഭീമാകാരമായിട്ടുള്ള വലിപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ പാർക്ക് ചെയ്ത് വെക്കാനും എടുക്കാനും എല്ലാം എളുപ്പമാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പം EV സ്കൂട്ടേഴ്സ് അങ്ങനെ കുറച്ച് കാര്യത്തിൽ EV സ്കൂട്ടേഴ്സ് എടുത്ത് നിൽക്കും. ഇപ്പോൾ പിന്നെ കുറച്ച് റിവറിൻ്റെ പോലുള്ള വലിയ വണ്ടികളും വരുന്നുണ്ട്. ആദ്യം വന്ന മോഡൽസ് എല്ലാം വളരെ ചെറിയ മോഡൽസ് ആയിരുന്നു. ഇപ്പോൾ പിന്നെ വലിയ മോഡൽസും വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ നമ്മൾ പറയുമ്പം അത്ര സിമ്പിളല്ല. 2 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളും ഒക്കെ തരുന്ന അത്യാവശ്യം നല്ലൊരു വെഹിക്കിൾ തന്നെയാണ് സിമ്പിൾ എനർജി. എത്രയും പെട്ടെന്ന് നിങ്ങൾ വന്നിട്ട് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യൂ വെഹിക്കിൾ. EV സ്കൂട്ടർ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു കമ്പനിയും കൂടെ നിങ്ങളുടെ ലിസ്റ്റിലേക്ക് കൊണ്ടുവരാം. മേജർ ബ്രാൻഡ്സ് ഉണ്ട്, മേജർ പ്ലേയേഴ്സായിട്ട് ഇവിടെ ഇപ്പം iQube, TVS, അതുപോലെ തന്നെ നമ്മുടെ എയ്ത്തർ, ചെതക്ക്, ഇങ്ങനെ മേജർ പ്ലേയേഴ്സ് ഇങ്ങനെ കളിക്കുന്നുണ്ട്. അതിനിടയിലേക്ക് ഒരുപാട് പുതിയ കമ്പനീസും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു അടുത്തായിട്ടൊരു ഇലക്ട്രിക് സ്കൂട്ടർ ചൂസ് ചെയ്യുന്ന സമയത്ത് സിമ്പിൾ പോലുള്ള കമ്പനീസും നോക്കാം. നമുക്കെല്ലാം ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടൊരു ഫൈനൽ ഡിസിഷൻ എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ക്ലെയിംഡ് ആയിട്ടുള്ള റേഞ്ച് 248 ആണ് എക്കോ മോഡിൽ വെഹിക്കിളിൽ. അതുപോലെ തന്നെ നമുക്കൊരു റിയൽ ലൈഫിൽ 170, 180 ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. ആ ഒരു രീതിയിലായിരിക്കും കിട്ടാൻ പോകുന്നത്. ക്ലെയിംഡ് എക്കോ മോഡൽ ഒരു 248 ആണ് കമ്പനി പറയുന്നത്. ഒരു 180 കിട്ടുക എന്ന് പറയുന്നതും ഒട്ടും മോശമല്ല. ഒരു 180, 190 വരെയൊക്കെ കിട്ടിയാൽ അടിപൊളിയാണ്. നമുക്ക് അത്രയൊക്കെ ദൂരമേ നമ്മളൊരു സ്കൂട്ടറും കൊണ്ട് വൺ ടൈം ട്രാവൽ ചെയ്യുള്ളൂ. 100 കിലോമീറ്റേഴ്സിനുള്ളിൽ ട്രാവൽ ചെയ്യുന്നവരായിരിക്കും കൂടുതലും. അപ്പം അത്യാവശ്യം ലോങ് പോകണം എന്ന് തോന്നുവാണെങ്കിലും ഇതെടുത്തിട്ട് നമുക്ക് ധൈര്യമായിട്ട് പോകാം.
മറ്റൊരു ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ വിശേഷമായിട്ട് തന്നെ നമ്മൾ ഈ വീക്ക് വരുന്നതായിരിക്കും. ഇനി നമുക്ക് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ സീരീസ് ആയിട്ട് തന്നെ കുറച്ച് വീഡിയോസ് ഇറക്കാനാണ് നമ്മുടെ പ്ലാൻ വരുന്നത്. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു ഹെൽപ്ഫുള്ള വീഡിയോ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.